പൗലോസ് അപ്പോസ്തലനെ ശിരശ്ഛേദം ചെയ്ത സ്ഥലത്താണ് ഈ പള്ളി സ്ഥാപിക്കപ്പെട്ടത്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് ഈ പള്ളി ഇവിടെ സ്ഥാപിച്ചത്. എന്തുകൊണ്ട് ബസിലിക്ക ഓഫ് സെയിന്റ് പോൾ ഔട്ട്സൈഡ് ദ വാൾസ് എന്ന വിചിത്രമായ പേര്? അതിന് കാരണമുണ്ട്. ഔറേലിയൻ വാളിന് പുറത്താണ് ഈ പള്ളി. എന്തുകൊണ്ട് ഈ ഔറേലിയൻ വാളിന് പുറത്ത്, അതായത് നഗരത്തിന്റെ കവാടത്തിനപ്പുറത്താണ്? പീഡിപ്പിക്കപ്പെട്ട ക്രൈസ്തവരെയൊക്കെ അടക്കം ചെയ്തിരുന്നത് നഗര അതിർത്തിയിലായിരുന്നു, നഗര കവാടത്തിനും പുറത്ത്. അപ്പോൾ പൗലോസ് അപ്പോസ്തലനെ വധിക്കുവാൻ വേണ്ടി അവിടേക്കാണ് കൊണ്ടുവന്നത്. അദ്ദേഹം മെമർത്തയിൻ ജയിലിലായിരുന്നു. ഈ മെമർത്തയിൻ ജയിലിൽ നിന്ന് അങ്ങേയറ്റത്തെ കുപ്രസിദ്ധമായൊരു ജയിലായിരുന്നു. അവിടെ ഇരുട്ടും അതിഭയാനകമായ ഏകാന്തതയും തണുപ്പും ദുർഗന്ധവും ശ്വാസം എടുക്കുവാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള അന്തരീക്ഷവും എല്ലാം സഹിച്ചാണ് കഴിഞ്ഞുകൂടുക. അവിടെ പത്രോസും പൗലോസും അടക്കപ്പെട്ടു എന്നാണ് പറയപ്പെടുക. ഓർത്തു നോക്കുക, ഇങ്ങനെ ഒരു ജയിലിൽ കിടക്കുമ്പോഴാണ് പിറ്റേ ദിവസം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടേണ്ട പത്രോസ് നിന്ന നിൽപ്പിൽ ഉറങ്ങിപ്പോയത്. അതാണ് അവരുടെ വിശ്വാസം എന്നൊക്കെ പറയുന്നത്. ഇവിടെ വെച്ച് പത്രോസ് ലീഹ ഒരു അത്ഭുത നീരുറവ സൃഷ്ടിച്ചെടുത്തെന്നും ജയിലിലുള്ള പടയാളികളെ മാമോദീസ മുക്കിയെന്നൊക്കെ പാരമ്പര്യ വിശ്വാസമുണ്ട്. പൗലോസ് ലീഹയുടെ ശിരസ് ഛേദിച്ചു കഴിഞ്ഞപ്പോൾ ഇത് 3 ഇടങ്ങളിലായിട്ട് തട്ടിത്തെറിക്കപ്പെട്ടു എന്നും ആ 3 ഇടങ്ങളിൽ നിന്നും 3 നീരുറവകൾ പൊട്ടിമുളച്ചുവെന്നും ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് 3 നീരുറവകളുടെ പള്ളിയെന്ന് ഈ പള്ളി അറിയപ്പെടുന്നുണ്ട്. ഈ പള്ളിക്കകത്തുള്ള യാത്ര സത്യത്തിൽ വിശ്വാസ തീവ്രതയുടെ യാത്രയാണ്. കാരണം ക്രിസ്തുവിനെ നശിപ്പിക്കുവാനും ക്രിസ്ത്യാനികളെ നശിപ്പിക്കുവാനും വേണ്ടി പ്രതിജ്ഞാബദ്ധനായി ഓടി നടന്നിരുന്നൊരു മനുഷ്യനെ കർത്താവ് ഡമാസ്കസ് വീതിയിൽ തള്ളി താഴെയിട്ടു. അയാളുടെ ഈഗോ തെറിച്ചു വീണു. അയാൾ പിന്നെ ക്രിസ്തുവിൻ്റെ വഴിയിലേക്ക് വന്നു. ഇനി ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്, എനിക്ക് ജീവിതം ക്രിസ്തു എത്രയെന്ന് പ്രഘോഷിച്ചുകൊണ്ട്, കർത്താവിൽ ഞാൻ എന്നും ആനന്ദം കൊള്ളുന്നു, എന്നും ഞാൻ ആനന്ദം കൊള്ളുന്നു എന്ന് പറഞ്ഞ് ഞാൻ നല്ല ഓട്ടം ഓടി പൂർത്തിയാക്കി എന്ന സമാശ്വാസത്തോടു കൂടി യാത്ര പൂർത്തിയാക്കിയ ഒരാളാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കാം. ഈ വഴികളിലൂടെയുള്ള യാത്ര തന്നെ അങ്ങേയറ്റം ഭക്തി തീവ്രതയുടെ യാത്രയാണ്.